ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നോമ്പ് കാലത്തിൻ്റെ ആശംസകളും അനുഗ്രഹങ്ങളും നേരെയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വെളിപാട് പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായം 8ഉം 9ഉം തിരുവചനങ്ങൾ. അതിൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്: ആദിയും അന്തവുമായവൻ, മരിച്ചവനും എന്നാൽ വീണ്ടും ജീവിക്കുന്നവൻ. അതായത് കർത്താവ് പറയുന്നു, എന്താ പറയുന്നത്? നിൻ്റെ ഞെരുക്കവും നിൻ്റെ ദാരിദ്ര്യവും എനിക്കറിയാം, എങ്കിലും നീ സമ്പന്നനാണ്. ദൈവം പറയാ, നിനക്ക് ഞെരുക്കമുണ്ട്, നിനക്ക് ദാരിദ്ര്യമുണ്ട്, പക്ഷെ നീ സമ്പന്നനാണ്. അതെങ്ങനെയാണ് ശരിയാവുക എന്ന് നമുക്ക് തോന്നും പ്രിയപ്പെട്ടവരെ. അതായത് ദൈവം പറയാം, നിനക്ക് ഞെരുക്കമുണ്ട്, ഈ ഭൂമിയിൽ കഷ്ടപ്പാടുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടും രോഗപീഠകളും അസ്വസ്ഥതകളും ഒറ്റപ്പെട്ട അവസ്ഥകളെല്ലാം ഉണ്ട്, പക്ഷേ നീ സമ്പന്നനാണ്. ഇതാണ് കർത്താവ് പറഞ്ഞ സമ്പത്ത്. നീ സഹിക്കുമ്പോഴാണ് സമ്പത്ത് വരുന്നത്. നീ സ്വർഗത്തിൽ സമ്പത്ത് ശേഖരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുക. അത് ചിതലരിക്കില്ല, കള്ളൻ കട്ട് കൊണ്ടുപോകില്ല, അത് ആർക്കും മാറ്റിയെടുക്കാൻ പറ്റില്ല, അതാർക്കും എടുത്തു മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഈ ഭൂമിയിൽ കർത്താവിനോടൊത്ത് സഹിക്കുമ്പോൾ ഇതാ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ദൈവം സമ്പത്ത് ശേഖരിച്ചു വയ്ക്കുക. ജീവൻ്റെ പുസ്തകത്തിൽ നമുക്കായിട്ട് എഴുതി ചേർത്ത ആ പേജിൽ നമ്മൾ ഈ ഭൂമിയിൽ അനുഭവിക്കുന്ന ഓരോ കഷ്ടപ്പാടിൻ്റെയും പ്രതിഫലമായിട്ട് സ്വർഗത്തിൽ നിക്ഷേപമുണ്ട് സ്നേഹമുള്ളവർ. അതുകൊണ്ട് ഈ നോമ്പ് കാലത്ത് നമുക്ക് അനുദപിക്കാം, കഷ്ടപ്പാടുകൾ സ്വീകരിക്കാം, പരാതിയില്ലാതെ ദൈവത്തോടെല്ലാം നമുക്ക് ഏറ്റുവാങ്ങാം, കർത്താവിന് നന്ദി പറയാം. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്.